ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് മേക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ എങ്ങനെ നമുക്ക് ഒരു 5 പൈസേൻ്റെ ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള കളർ പേപ്പേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2 കോമ്പിനേഷൻ കളേഴ്സാണ്, ഒന്ന് വയലറ്റും പിന്നെ ഒരു റോസ് കളറുമാണ് യൂസ് ചെയ്തിട്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 10 പീസ് പേപ്പർ വേണം. അപ്പോൾ ഞാൻ ഒന്ന് റോസും ഒന്ന് വയലറ്റുമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ടോ നോർമൽ പേപ്പർ വെച്ചിട്ടോ അങ്ങനെ ഏത് പേപ്പറിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ 10 പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പേപ്പർ, നമ്മുടെ A4 ഷീറ്റിലുള്ള ഒരു പേപ്പർ, അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പീസ് കിട്ടും. അത് വീണ്ടും മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു കലയാക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഇരുവശങ്ങളും നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ആ ഇരുവശങ്ങളും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വശം മറ്റേ വശത്തിനോട് ചേർത്ത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു വാതിൽ പോലെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല ഡിസൈൻസിലൊക്കെയാണല്ലോ ഇറങ്ങുന്നത്. അപ്പം ഞാനതിൻ്റെ കോണിൽ ഇങ്ങനെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് 2 സൈഡിലും ഇങ്ങനെ വരകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു പെറ്റലിൻ്റെ ഒരു പകുതി പോലെ ഇങ്ങനെ 2 സൈഡിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ചെയ്യുമ്പം ഇത് കാണുമ്പം കുറച്ചുകൂടി മനസ്സിലാവും. എന്നിട്ട് ഈ മുറിച്ച ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇതൊക്കെ വളരെ നീറ്റിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളും കട്ട് ചെയ്ത് ഒന്ന് മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 10 പീസ് മുറിക്കണം. കുറച്ച് ക്ഷമ ആവശ്യമാണ്. അപ്പോൾ 10 പീസും ഇതേപോലെ ഞാൻ മുറിക്കുന്നുണ്ട്. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വയലറ്റ് പേപ്പറാണ്, അതായത് സെയിം കളറാകുമ്പോൾ നമുക്കൊരിതല്ലേ. അപ്പോൾ ഒരു കളറ് അതിൻ്റെ അടുത്ത് വേറൊരു കളറ് അങ്ങനെ ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ 5 പീസ് വെച്ചിട്ട് 5 പീസ് റോസിൻ്റെതും 5 പീസ് വയലറ്റിൻ്റെതും വേണം. അതിന് ശേഷം ഈ 10 പെറ്റൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതേപോലെ പശ തേച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നീറ്റിൽ നല്ല നേരെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, കുറച്ച് ക്ഷമയോടെ ചെയ്യണം. അപ്പോൾ ഒട്ടിച്ചിട്ട് അത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അതിനെ ഒന്ന് നല്ലപോലെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടുക. അപ്പോൾ തന്നെ നിവർത്താൻ ശ്രമിക്കരുത്. അതിനുശേഷം പതിയെ 2 വശത്തുനിന്നും മെല്ലനെ നിവർത്തുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടുക. അതൊരു റൗണ്ടിലേക്ക് നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതൊരു നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടും. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒട്ടിച്ച ഭാഗങ്ങളൊന്നും വിട്ടുപോകാതെ വേണം ചെയ്യാൻ. പിന്നെ പെറ്റൽസ് തമ്മിൽ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. അതിനുശേഷം ഈ ലാസ്റ്റത്തെ കോർണറുകൾ ചേർത്ത് പിടിച്ചിട്ട് അവിടെയും ഫെവിക്കോൾ വെച്ച് നല്ലപോലെ ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫെവിക്കോൾ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.